എടാ മനു, ഇവനെ ആരുടെ സ്വപ്നം കണ്ട് കിടക്കുവടാ നീ? മേശയിലേക്ക് ശക്തിയിൽ അടിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞത് ഞെട്ടി എന്ന പോലെ കസേരയും മറിച്ചിട്ട് ചാടി എഴുന്നേറ്റിരുന്നു ആര്യൻ. എന്താ, കണ്ണൊന്ന് നല്ലതുപോലെ മിഴിഞ്ഞു പോയിരുന്നു അവൻ്റെ. എന്താണ് എൻ്റെ മോനെ തന്നെ കിടന്നുകൊണ്ടൊരു ചിരിയൊക്കെ? ഏയ്, അത് വെറുതെ ഞാൻ ഓരോന്നുമൊക്കെ ആലോചിച്ചങ്ങനെ വെറുതെ കിടക്കുകയായിരുന്നു. തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞതേ ഗോപൻ അവനെ ആകെ മൊത്തം ഒന്ന് നോക്കി. അധികം കിടന്ന് ഇളകണ്ട, നടുപൊടിഞ്ഞ് വീണാൽ മോനത് പാടാകില്ലേ? ചുമൽ കൂച്ചി കാണിച്ചു കൊണ്ടൊന്ന് ചിരിച്ചു കളഞ്ഞു ആര്യൻ. മോളൊരു കരാട്ടയാണെന്നുള്ള കാര്യം എൻ്റെ മോൻ മറക്കണ്ട. മര്യാദയായാൽ അവനവന് കൊള്ളാം. തല്ലുകൊളുത്തരം വല്ലതും കാണിച്ചാൽ തന്നോളം മറന്നെന്ന് ഞാൻ കരുതത്തില്ല. ഒന്നുകൂടി അവനെ ഇരുത്തി നോക്കി പറഞ്ഞുകൊണ്ട് അയാൾ വെളിയിലേക്ക് നടന്നിരുന്നു. അച്ഛൻ എന്തിനാ അതിപ്പോൾ ഇവിടെ പറഞ്ഞത്? എനിക്കിട്ടൊന്ന് കൊട്ടിയിട്ട് പോയതുപോലെ ഉണ്ടല്ലോ. അവളിനി കരാട്ട കാണിക്കുമോ? ഏയ്, ഭർത്താവിനോട് ഭാര്യമാർ അങ്ങനെയൊക്കെ കാണിക്കുമോ? അങ്ങനെ കാണിച്ചാൽ എൻ്റെ കൈ എന്നെ മാങ്ങ പറിക്കാൻ പോവോ? കൈഞ്ഞൊട്ട വിട്ടുകൊണ്ട് വെളിയിലേക്കിറങ്ങി ആകെ മൊത്തം ഒന്ന് നോക്കി. അച്ഛൻ കട്ട ലോഡ് കയറ്റി വിടുന്നതിൻ്റെ മൂട്ടിപ്പോയി നിൽക്കുന്നുണ്ട്. ഇടയ്ക്ക് ഒരു അവലക്ഷണം പിടിച്ച നോട്ടം ഇങ്ങോട്ടും വരുന്നുണ്ട്. കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടന്നു. വീട്ടിൽ പോകാൻ വല്ലാതെ മുട്ടുന്നുണ്ട്. എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്നോർത്താണ് നിൽപ്പ്. ഇടയ്ക്ക് ഒരു ചായയും കടിയും കിട്ടിയതും അതുമായി പഴയ സ്ഥലത്ത് പിന്നെയും പോയിരുന്നു. കുറച്ചു നേരം ഇരുന്നതും ഉറക്കം വരാൻ തുടങ്ങിയിരുന്നു. എടാ മനു, ഒച്ച കെട്ടിടത്തേക്ക് നോക്കിയതും കണ്ടു ബൈക്കിലിരുന്ന് കിടന്നും വലന്നും നോക്കുന്ന ജെയ്സനെയും രാഹുലിനെയും. എന്താടാ? കൈ ഉയർത്തി ഒച്ച വരാത്ത രീതി ചോദിച്ചതും അങ്ങോട്ട് ചെല്ലാൻ രണ്ടും കൂടി ആംഗ്യം കാണിക്കുന്നുണ്ട്. എടാ എടുക്ക്. എന്ത്? എടാ, ഇന്ന് ഞായറാഴ്ചയല്ലേ, പാറപ്പുറത്ത് കൂടണ്ടേ? നിൻ്റെ കൂടെ കിട്ടിയാലേ സെറ്റാകൂ. താ പറയുകയും കൈ നീട്ടി കഴിഞ്ഞിരുന്നു. ഞാൻ പോക്കറ്റിലൊന്ന് തപ്പി, പിന്നെ പോക്കറ്റിൻ്റെ ഉള്ളിൽ കൈയിട്ട് തുണിയോടെ വെളിയിലേക്കിട്ട് ദയനീയമായി നോക്കി. നിനക്ക് പോയി ചത്തൂടെ എൻ്റെ മനു? അയ്യേ, വലിയൊരു കട്ടമുതലാളി വന്നിരിക്കുന്നു, ബാങ്ക് മാനേജറിൻ്റെ ഭർത്താവ്. അയ്യേ അയ്യേ അയ്യേ. ജെയ്സൺ പറ്റും പോലെയൊക്കെ അവനെ കളിയാക്കുന്നുണ്ട്. എന്നെ പിന്നെ അതൊന്നും അങ്ങനെ ബാധിക്കാറില്ല. നിങ്ങൾ നിൽക്ക്, ഇപ്പോൾ വരാം. വിരലൊന്ന് പൊക്കി കാണിച്ചുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് ഓടുമ്പോൾ എന്ത് നുണ പറയുമെന്നായിരുന്നു ചിന്ത മുഴുവൻ. എല്ലാം കേട്ടപ്പോൾ ആകെ മൊത്തം ഒന്ന് നോക്കുന്നുണ്ട്. ഷർട്ടിൻ്റെ പോക്കറ്റിൽ പിടിക്കുന്നതല്ലാതെ ഒന്നും അങ്ങോട്ട് എടുക്കുന്നില്ല. നീ പറഞ്ഞത് ഉള്ളതാണല്ലോ അല്ലേ? പിന്നെയും അങ്ങേർക്ക് സംശയം. സ്വന്തം മകനായ എന്നെ അത്രമേ വിശ്വാസമുള്ളൂ. കയ്യും കാലൊക്കെ വിറച്ച് കയറുന്നുണ്ട്. എന്തിനാണോ? 1000 രൂപയുടെ അല്ല. ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ പറയുകയും ഫോൺ എടുത്ത് കാതോട് ചേർത്തിരുന്നു. അവന്മാരെ നോക്കുമ്പോൾ വിടണോ നിൽക്കണോ എന്ന ഭാവമാണ്. ഞാൻ ഓടിയാലോ എന്ന് ചിന്തിച്ച് നഖമൊന്ന് കടിച്ചു. അവൻ എടുക്കുന്നില്ലല്ലോ, തിരക്കായിരിക്കും. അവൻ തന്നെ കൊണ്ട് കൊടുത്തേക്കണം പറയുന്നതിനൊപ്പം പോക്കറ്റിൽ നിന്ന് 500 രൂപ എടുത്ത് എൻ്റെ കയ്യിലേക്ക് തന്നിരുന്നു. പിന്നെയും കൈയും കാലും വിറയൽ കൂടി വന്നു. അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വിറയലായിരുന്നു അത്. എവിടെ പോയാലും നേരത്തെ വീട്ടിലേക്ക് വന്നേക്കണം. അവന്മാരോടൊപ്പം ബൈക്കിലേക്ക് തിക്കി കയറുമ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞത് ചെവി കൊടുക്കാൻ പോയില്ല. ദേ, എൻ്റെ വകയാണ്, ഇനിയൊരു 4 ഞായറാഴ്ച ചോദിച്ചേക്കരുത് പറയുകയും രാഹുലിൻ്റെ നേർക്ക് ആ പൈസ നീട്ടിക്കഴിഞ്ഞിരുന്നു ആര്യൻ. 1000 രൂപയോ? ഇതെങ്ങനെ ഒപ്പിച്ചടാ നീ? അവന് ഭയങ്കര അതിശയം. ഷർട്ടിൻ്റെ കോളർ പുറകോട്ട് വലിച്ച് കുറച്ച് പൊങ്ങച്ചത്തിൽ തന്നെ നോക്കി. എന്നാലും ഗോപേട്ടൻ ഇത്രയും പൈസ നിനക്ക് ഒറ്റയടിക്ക് തന്നോ? ആ തെണ്ടിക്ക് പിന്നെ സംശയം. ഇവനൊക്കെ തിന്നാൽ പോരെ, എന്തൊക്കെ അറിയണം. അത് അതുലിൻ്റെ അമ്മയ്ക്ക് അസുഖം കൂടി ആശുപത്രിയിലാണെന്ന് പറഞ്ഞു. അവൻ്റെ കാര്യം പറഞ്ഞാൽ മാത്രമേ വല്ലതും കിട്ടുകയുള്ളൂ. അതുകൊള്ളാം. അല്ലേലും അവനിട്ടങ്ങനെ ഒരു പണി വേണം. ആവശ്യമില്ല ഉപദേശമാണ്. സഹിക്കാൻ കഴിയില്ല. ജെയ്സൺ അത് പറഞ്ഞതും എവിടെയോ ഒരു കുറ്റബോധവും നീറ്റലും തലപൊക്കി തുടങ്ങിയിരുന്നു ആര്യനിൽ. നുണ പറയണ്ടായിരുന്നു. അവനറിഞ്ഞാൽ. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തൻ്റെ തുണികളെല്ലാം ബാഗിലേക്ക് അടുക്കി വെച്ച് അടച്ചു കൃഷ്ണ. എൻ്റേതായുള്ള എല്ലാം എടുത്ത് ആ മുറി വിട്ടിറങ്ങുമ്പോൾ ഹൃദയം തിക്കി മുട്ടുന്നുണ്ട്. ചുണ്ടിൽ ഒരിക്കലുമില്ലാത്തൊരു ചിരിയുമുണ്ട്. ആര്യൻ്റെ മുറിയിലേക്ക് നടന്നു വാതിക്കലെത്തി ഹാൻഡിലിൽ പിടിച്ച് തുറക്കാൻ തുടങ്ങിയതും ആരോ പുറകെ നിൽക്കുന്ന പോലെ തോന്നിയതും അവൾ പിന്തിരിഞ്ഞു.
എളിയിൽ കൈ കൊടുത്ത് അമ്മ നിൽക്കുന്നുണ്ട്. എൻ്റെ കയ്യിലെ ബാഗിലേക്കാണ് നോക്കുന്നതെന്ന് മനസ്സിലായി. എൻ്റെ മോൻ എനിക്കെതിരെ പറഞ്ഞപ്പോഴാണോ നിനക്കവൻ നല്ലവനായത്? കെട്ടിയവൻ്റെ കൂടെ കിടന്നേക്കാമെന്ന് തോന്നിയത്? കൊള്ളാം, മിടുക്കി. അമ്മയുടെ മുഖത്തെ പുച്ഛവും കളിയാക്കലും നല്ലതുപോലെ മനസ്സിലാകുന്നുണ്ടായിരുന്നു കൃഷ്ണയ്ക്കും. അമ്മ ഉദ്ദേശിക്കുന്ന പോലെയല്ല അമ്മേ. പിന്നെ അമ്മയുടെ ചിന്തകളെ മാറ്റാൻ ഞാനാരുമല്ല. അമ്മയ്ക്ക് എങ്ങനെയും ചിന്തിക്കാം. എനിക്ക് ഈ ബന്ധം പെട്ടെന്നായപ്പോൾ ഉണ്ടായ വിഷമവും വേദനയും അമ്മയ്ക്ക് മനസ്സിലാകണമെന്നില്ല. ആരിനെയും ഈ കുടുംബത്തെയും എൻ്റെതായി കാണാൻ ഞാനിപ്പോൾ മനസ്സിൽ തയ്യാറെടുത്തു കഴിഞ്ഞു. അതിൻ്റെ ആദ്യ ചുവടാണ് അമ്മയുടെ മകൻ്റെ മുറിയിലേക്കുള്ള ഈ മാറ്റം. പറഞ്ഞൊന്ന് ചിരിച്ചുകൊണ്ട് വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയിരുന്നു കൃഷ്ണ. അമ്മ അപ്പോഴും എന്തൊക്കെയോ പറയുന്നതും വീണേച്ചി സമാധാനിപ്പിക്കുന്നതും വ്യക്തമായി കേൾക്കാമായിരുന്നു അവൾക്ക്. ആരിൻ്റെ മുറി ആകെ ഒന്ന് ഓടിച്ചു നോക്കി. എനിക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന പലതും ആ മുറിയിൽ കണ്ടു. എല്ലാം മാറ്റി എൻ്റെ രീതിയിലാക്കിയെടുക്കാൻ കുറേ സമയമെടുത്തു. ക്ലോക്കിൽ സമയം നോക്കി. 8 മണി. ആരും ഇതുവരെ എത്തിയില്ലല്ലോ എന്നായിരുന്നു ആ സമയം ചിന്ത പോയത്. കുളിച്ചിറങ്ങി വരുമ്പോൾ അച്ഛൻ്റെ കൂടി ഒച്ച കേൾക്കാൻ വെളിയിൽ. മനു ഇങ്ങോട്ട് വന്നില്ലേ? ഞാൻ അവിടെ കയറിയിട്ടാണ് വരുന്നത്. അവിടെയുമില്ല. എന്നെ പറ്റിക്കാൻ നോക്കിയാൽ അറിയില്ല ഈ ഗോമനെ. ഇതവൻ ചെയ്തത് ക്ഷമിക്കില്ല ഞാൻ. അച്ഛൻ്റെ സ്വരം വല്ലാതെ ഉയർന്നിട്ടുണ്ട്. ഈ സമയം ഗേറ്റിന് മുമ്പിൽ ഒരു ബൈക്ക് വന്ന് നിൽക്കുന്നതും ആരിറങ്ങി മുറ്റത്തേക്ക് വന്നിരുന്നു. എല്ലാവരും തിണ്ണയിൽ തന്നെ നിൽക്കുന്നത് കണ്ടതും വായി കൈവച്ച് ഊതി നോക്കി. ഇതെന്തിനാ എന്നെ തന്നെ നോക്കുന്നത്? ഈശ്വര, മനസ്സിലായി കാണുമോ? നീ എവിടെയായിരുന്നു മനു? സച്ചിയേട്ടനാണ് ചോദിക്കുന്നത്. ഒരിക്കലുമില്ലാത്തൊരു ദേഷ്യം ആ മുഖത്ത് വ്യക്തമായി കാണാം. ഞാൻ അതുലിൻ്റെ പറഞ്ഞു തീരുന്നതിന് മുമ്പേ അവൻ്റെ കവിളിൽ ഗോപൻ്റെ കൈ പതിഞ്ഞിരുന്നു. വാതിലിനപ്പുറം നിന്നിരുന്ന കൃഷ്ണയുടെ കയ്യിൽ നിന്ന് തുണി ഊർന്ന് നിലത്തേക്ക് വീണുപോയി. നീ എൻ്റെ മോൻ തന്നെയാണോടാ? പറയുന്നതിനൊപ്പം ഷർട്ടിൽ പിടിച്ച് അച്ഛൻ ഉലയ്ക്കുമ്പോൾ എല്ലാം അറിഞ്ഞുവെന്ന് അവരുടെ എല്ലാവരുടെയും ആ നോട്ടത്തിലും നിൽപ്പിലും മനസ്സിലായി കഴിഞ്ഞിരുന്നു ആര്യന്. എന്നാലും കുടിക്കാൻ വേണ്ടിയിട്ട് നീ ഇങ്ങനെ തരം താഴുമെന്ന് ഞാൻ വിചാരിച്ചില്ല മനു. സച്ചിയേട്ടനാണ് ഈ പറയുന്നത്. പതിവിലും ഗൗരവമുണ്ട് ആ വാക്കുകളിൽ. അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ. നന്നാകാൻ ഒരു ഉദ്ദേശവുമില്ല. അതുകൊണ്ടാണല്ലോ കൂട്ടുകാരനാണെന്ന് പറഞ്ഞ് തോളിൽ പിടിച്ച് നടന്നിട്ട് ഇമാതിരി പണി നീ കാണിച്ചല്ലോ മനു. ഒരിക്കലും എന്നെ കുറ്റപ്പെടുത്താത്ത നന്ദുവേട്ടനാണ് ഈ പറയുന്നത്. ഷർട്ടിൻ്റെ കൈ തിരികെ വെച്ച് ചേട്ടൻ വാതിലും കടന്നു വരുമ്പോഴാണ് ഞാൻ കാണുന്നത്. എല്ലാം കേട്ട് നിൽക്കുന്ന കൃഷ്ണയെ. ആ മുഖത്ത് നോക്കാൻ കഴിയാതെ മുഖം ചിരിച്ച് ഞാനൊരു നുണ പറഞ്ഞു. ഇതിന് മാത്രം വഴക്ക് പറയാനുണ്ടോ? അച്ഛൻ്റെ പൈസ ഞാൻ പണിയെടുത്ത് തിരിച്ചു തന്നോളാം. നല്ല വിഷമവും സങ്കടവും തോന്നി. കാരണം കൃഷ്ണ എന്നെ ഇഷ്ടമായി വരികയായിരുന്നു. അപ്പോഴാണ് ഈ നിസ്സാര കാര്യത്തിന് ഈ വഴക്കും ബഹളവും. ഈ സമയം തന്നെ പോക്കറ്റിൽ കിടന്ന് ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്നുണ്ട്. എടുക്കണമെന്നുണ്ട്. ഇനി അതിൻ്റെ പേരിൽ കൂടി തല്ലുകൊള്ളാൻ വയ്യ. അച്ഛൻ അടിച്ച് തിണർത്ത കവിളിലൂടെ നാക്കൊന്ന് ഓടിച്ച് ഉരുട്ടി നോക്കി. നീ എന്താ പറഞ്ഞത്? വെറും നുണയോ? നിനക്കത് വെറും ഒരു നുണ. അതുൽ എന്തെങ്കിലും അതറിഞ്ഞാൽ നീ ഒരിക്കലും നന്നാകില്ല മനു. ഒരു പെങ്കൊച്ചിൻ്റെ ജീവിതം ഞാനായിട്ട് തകർത്തല്ലോ ഈശ്വര. നിർത്തിയെന്ന് വിചാരിച്ച് നിന്നെങ്കിലും അച്ഛൻ പിന്നെയും എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അച്ഛാ, മതി സംസാരിച്ചത്. ഇവനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എല്ലാവരും കൂടി കൊഞ്ചിച്ച് തലയിൽ വെച്ചേക്കുമല്ലേ. അങ്ങോട്ട് പോകണ്ടേ? ബോഡി കൊണ്ടുവന്നിട്ടുണ്ടാവും. ഒരു ചേച്ചി, ആരാടി മരിച്ചേ? ആതിരയുടെ കൈ പിടിച്ച് നിർത്തി ചോദിച്ചു ആര്യൻ. ചേച്ചി കൈ തട്ടി മാറ്റി വെളിയിലേക്ക് ഇറങ്ങി പോകുമ്പോൾ ആര്യൻ അന്തിച്ച പോലെ നിന്നേ പോയി. ഇവൾക്കിത് എന്തു പറ്റി? സച്ചേട്ടാ, ആരാ മരിച്ചത്? ഞാനും വരട്ടെ? നീ സീരിയസ് ആക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി അച്ഛൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചില്ലേ അവർ? അതുലിൻ്റെ അമ്മ അറ്റാക്കായിരുന്നു. നിന്റെ നാക്ക് ഫലിച്ചു പോയല്ലോടാ മനു. സച്ചിയേട്ടൻ്റെ വാക്കുകൾ നെഞ്ചു തകർത്ത് കയറുമ്പോൾ ഞാൻ പോലും അറിയാതെ ഇരു കണ്ണും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. എന്താ? വാക്കുകൾ പോലും വല്ലാതെ ശ്വാസം മുട്ടിച്ചു അവനെ. ആ അമ്മയുടെ മുഖം വല്ലാത്തൊരു ശക്തിയുടെ മുമ്പിലേക്ക് വരുന്ന പോലെ തോന്നി. ദേവുവമ്മ കരഞ്ഞതുപോലെ അവൻ്റെ സ്വരം വെളിയിലേക്ക് വന്നു. അവരോടൊപ്പം സച്ചിയേട്ടനും കാറിലേക്ക് കയറിയതും ഒരു മരവിച്ച അവസ്ഥയിലായിപ്പോയി ആര്യനും. അപ്പോഴേക്കും കാർ അവരെയും കടന്നു പോകുമ്പോൾ ആ വീട്ടിൽ വേണിയും കൃഷ്ണയും ആര്യനും മാത്രമായി തീർന്നിരുന്നു. കൃഷ്ണ കുറച്ചു നേരം നോക്കി നിന്നിട്ട് മുറിയിലേക്ക് പോയി.
വേണിയുടെ ചുണ്ടൊരു പുച്ഛത്തോടെ കോടിച്ച് ആര്യനെ നോക്കി. പിന്നെ അവളും തൻ്റെ മുറിയിലേക്ക് പോയിരുന്നു. ബാങ്ക് മാനേജർക്ക് കിട്ടി, ലോട്ടറി കൊള്ളാം. പോകുന്ന വഴിക്ക് സ്വയമേ പറയുന്നുണ്ടായിരുന്നു വേണി. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്നറിയാതെ ആ നിൽപ്പ് തന്നെ തുടർന്നു. അങ്ങനെ ഒരു നുണ പറയുമ്പോൾ അതൊരിക്കലും അമ്മയ്ക്കൊന്ന് സംഭവിക്കണമെന്ന് വിചാരിച്ചിരുന്നില്ല. താൻ പോലും വിചാരിക്കാതെ അറിയാതെ നാവിൻ്റെ തുമ്പത്ത് വന്നു പോയതാണ് ആ നുണ. ഒരു ബൈക്ക് നിൽക്കുന്നതും നിർത്താതെ ഹോൺ അടിച്ചതും ഞെട്ടിയ പോലെ നോക്കി രാഹുലും എബിനുമാണ്. എടാ അതുലിൻ്റെ അമ്മ, നീ വേഗം വാ. നിറഞ്ഞു തുടങ്ങിയ കണ്ണൊന്ന് ഇരുകയ്യാൽ അമർത്തി തുളച്ചുകൊണ്ട് അവർക്കൊപ്പം ബൈക്കിൽ കയറുമ്പോൾ കൃഷ്ണയുടെ മുറിയുടെ ജനലോരം വെറുതെ ഒന്ന് നോക്കിപ്പോയി. എന്നാലും എൻ്റെ മനു, നിൻ്റെ ഒരു നാക്കേ. ഒരു കുഴപ്പവുമില്ലാതിരുന്ന ആൻറ്റിയാണ് അവളുടെ വീടിൻ്റെ താഴെയുള്ള തോട്ടിൽ കുളിച്ചുകൊണ്ട് നിൽക്കുന്നപ്പോഴാ. രാഹുൽ കുറ്റപ്പെടുത്തിയ പോലെ പറയുമ്പോൾ കുറ്റബോധം വലിഞ്ഞു മുറുക്കി തുടങ്ങിയിരുന്നു ആര്യനെ. വെള്ള പുതപ്പിച്ച് ദേവമ്മയുടെ മുഖം ഒന്നേ നോക്കിയുള്ളൂ. സിമൻറ്റ് തേച്ച തറയിൽ നിലത്ത് ചുവരോട് ചേർന്ന് ചാരിയിരിക്കുന്ന അതിലിനെ നോക്കാൻ കഴിയാതെ മുഖം കൊടുക്കാതെ മാറി നിന്നു ആര്യൻ. തെറ്റു ചെയ്തുവെന്ന ചിന്ത അവനെ അതുലിനെ നോക്കാൻ പോലും തടയുന്നതറിഞ്ഞു. പന്തൽ ഇടാനും മറ്റുള്ള കാര്യങ്ങൾക്കുമെല്ലാം ഓടി നടന്നു അവൻ. ഇടയ്ക്ക് ദഹിപ്പിക്കുന്നത് പോലെ അച്ഛനിൽ നിന്നും മറ്റുള്ള നിന്നും ഉള്ള നോട്ടങ്ങളെ മനഃപൂർവ്വം കണ്ടില്ല എന്ന് നടിച്ചു. അപ്പോഴും എൻ്റെ ആവശ്യമില്ലാത്ത നുണയാണോ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അപകടം വരാൻ കാരണമെന്ന്. പിറ്റേന്ന് രാവിലെ 11 മണിക്കാണ് സംസ്കാരം പറഞ്ഞിരിക്കുന്നത്. ആകാശത്ത് നിന്ന് അന്തമില്ലാതെ പെയ്യുന്ന മഴയിൽ ആ തണുപ്പത്ത് ആ രാത്രി മുഴുവൻ ഒരു പ്ലാസ്റ്റിക് കസേരയിൽ സ്ഥാനം പിടിച്ചു ആര്യൻ. എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ചുവരിച്ചാരിയിരിക്കുന്ന അതിരിൽ ചെന്ന് നിന്നു മിഴികൾ. ശരിയാണ്, അവനിനി ആരുമില്ല. ഈ ഭൂമിയിൽ അവനുണ്ടായിരുന്ന ഒരേ ഒരു അവകാശി അവൻ്റെ അമ്മ മാത്രമായിരുന്നു. അനാഥാലയത്തിൽ നിന്ന് വളർന്ന് സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ് അതുലിൻ്റെ അച്ഛനും അമ്മയും. 5 വർഷം മുമ്പ് അതുലിൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അവനെല്ലാം അവൻ്റെ അമ്മ മാത്രമായിരുന്നു. ഇപ്പോൾ അതുമില്ലാതെയായി. രാവിലെ ആ ചെറിയ വീട് ആളുകളെ കൊണ്ട് നിറയുമ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിപ്പോയിരുന്നു എല്ലാവരും. എപ്പോഴോ വേണിയച്ചിയും കൃഷ്ണയും വരുന്നതും കുറച്ചു നേരം നിന്നിട്ട് രണ്ടുപേരും പോകുന്നതും അറിഞ്ഞിരുന്നു ആര്യൻ. സമയം പോകും തോറും എപ്പോഴോ സ്വന്തം ശരീരത്തെ വിയർപ്പ് മണം അറിഞ്ഞു തുടങ്ങിയിരുന്നു അവനും. മനൂട്ടാ, നീ പോയി കുളിച്ചിട്ട് വാ. ഇനിയിപ്പോൾ 2 മണിക്കൂർ കൂടെ ഉണ്ടല്ലോ അടക്കിന്. അപ്പോഴേക്കും വരാം. തളർന്ന് കസേരയിൽ ചാരിയിരിക്കുന്നവൻ്റെ മുടിയിലൂടെ തലോടി അമ്മ പറയുമ്പോൾ വേണ്ടാന്ന് തലയാട്ടിക്കൊണ്ടിരുന്നു അവൻ. ചെല്ലടാ, ഞങ്ങളും വീട്ടിൽ പോയിട്ട് വരാം. ഒരു കർമ്മം തുടങ്ങാൻ പോകുമല്ലേ. രാഹുൽ വന്നു പറഞ്ഞതും പിന്നെ പോകാമെന്ന് അവനും വിചാരിച്ചു. അവൻ്റെ ബൈക്കിന് അപ്പോൾ തന്നെ വീട്ടിലേക്ക് പുറപ്പെട്ടു. എന്നെ വീട്ടിലാക്കിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് അവൻ പോയിരുന്നു. ചാരിയിട്ടിരിക്കുന്ന വാതിൽ തുറന്ന് അകത്തേക്ക് കടക്കുമ്പോൾ കൃഷ്ണയെ എങ്ങനെ നോക്കുമെന്നൊരു ചളിപ്പ് വല്ലാതെ തോന്നി. ചെയ്തു പോയ തെറ്റിൻ്റെ വ്യാപ്തിയും മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. ആഹാ, വന്നോ? എല്ലാം കഴിഞ്ഞോ? വേണിയേച്ചി മുറിയിൽ നിന്ന് വെളിയിലേക്ക് വന്ന് പറയുമ്പോൾ ആ മുഖത്ത് എന്നെ കളിയാക്കുന്ന ഭാവമാണ്. ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്തേലും പറഞ്ഞ് അവളെ വിശ്വസിപ്പിക്കാമായിരുന്നു. വിയർപ്പും ചെളിയും പറ്റി ഷർട്ട് ഊരിക്കൊണ്ട് എൻ്റെ മുറിയിലേക്ക് നടന്നു. അപ്പോഴും മനസ്സും കണ്ണും കൃഷ്ണയെ തേടിയും വാതിൽ കടന്ന് അകത്തേക്ക് കയറിയതും കണ്ടു എൻ്റെ ബെഡിലിരുന്ന് ലാപ്ടോപ്പിൽ നോക്കുന്നവളെ. ഞെട്ടി, നല്ലതുപോലെ ഞെട്ടി. ഞാൻ എൻ്റെ മുറിയിൽ കൃഷ്ണ? ഇതെങ്ങനെ? എപ്പോൾ? അവളെ തന്നെ നോക്കി നിന്നുപോയി. ഞാൻ മുറിയിലേക്ക് വന്നത് അറിഞ്ഞിട്ട് മുഖമുയർത്തി നോക്കി അവൾ. പിന്നെ ബെഡിൽ കിടക്കുന്ന ബാഗ് എടുത്ത് അതിലേക്ക് ലാപ്ടോപ്പ് ഇറക്കി വെക്കുന്നതും അത് തോളത്തിട്ടുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്നതും ഞാൻ കണ്ടു. കൃഷ്ണ, ഞാൻ അതറിയാതെ പറഞ്ഞു പോയതാ കൃഷ്ണ. ഇനിയില്ല, സത്യം, ഇനിയും കുടിക്കില്ല. ദേവുമ്മ പാവമായിരുന്നു. അതെനിക്ക് വേദന തിങ്ങി വാക്കുകൾ വെളിയിൽ വരുന്നില്ലായിരുന്നു. അവളെ മുഖമുയർത്തി നോക്കുമ്പോൾ എന്നെ കേട്ട് നിൽക്കുവാണ്. തുടരും. എല്ലാവർക്കും കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. നാളെ വലിയ പാർട്ടിടാം കേട്ടോ.